ഹുസൈൻ മടവൂരിന് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു. വസ്ത്രം ധരിക്കാതെയല്ല കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നത്. യൂണിഫോം ധരിച്ചാണ് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത്. ധാരാളം രാജ്യങ്ങളിൽ ആരോഗ്യപരമായ വികാസം ഉറപ്പുവരുത്തുന്നതിനുള്ള എക്സസൈസുകളും എയറോബിക്സ് പോലുള്ള കാര്യങ്ങളും സാർവത്രികമായിട്ടുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നിൽക്കരുത് എന്ന് പറയുന്നത് ഈ കാലത്തിന് നിരക്കാത്തതാണെന്നും മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ പറഞ്ഞു. ചെയ്യുന്നത് സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മളിപ്പോൾ ധാരാളം രാജ്യങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള നല്ല വികാസം ഉറപ്പുവരുത്തുന്നതിനും മാനസികമായ സ്വാസ്ഥ്യം ഉറപ്പുവരുത്തുന്നതിനും കൂട്ടായിട്ടുള്ള എക്സസൈസുകളും എയറോബിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സാർവത്രികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇന്നുള്ളത്. ആധുനിക സമൂഹങ്ങളിലെല്ലാം അത്തരം കാഴ്ചപ്പാടുകളുണ്ട്. അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കാണുന്നത് വളരെ കഷ്ടമാണെന്ന് തന്നെ പറയാനുള്ളൂ. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നിൽക്കരുതെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഈ കാലത്തിന് നിരക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല. പുതിയ കാലത്തെ കുട്ടികളത് സ്വീകരിക്കൂല്ല. സർക്കാർ നിലപാടിൽ വേറെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഈ പറയുന്ന അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ സർക്കാരിന് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യമാണ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. അത് കുട്ടികൾക്ക് ഗുണം ചെയ്യും, വിദ്യാലയ സമൂഹത്തിന് ഗുണം ചെയ്യും, കുട്ടികൾക്ക് ഉണർവുണ്ടാകും. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പാണല്ലോ. ആ കാലത്തും അസംബ്ലിയിലെ എക്സസൈസൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പഠിക്കുമ്പോൾ ഇല്ലേ?